ചില ആൺകുട്ടികൾ ഈ പ്രേമനൈരാശ്യം വന്നിട്ട് ഈ ഇതുപോലെ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടി ബ്ലാക്ക് മാജിക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കേസ് കുറച്ച് കാലം മുമ്പ്, ഇപ്പോഴല്ല കുറേ കാലം മുന്നേ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ എൻ്റെ കഥ ഇങ്ങനെയാണ്. അതായത് ആ കുട്ടി ഒരു 22 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സായി. ഇപ്പോൾ അവർക്ക് 40 വയസ്സ് പ്രായമുണ്ട്. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാനായിട്ട് ആ കുട്ടിക്ക് താല്പര്യമില്ല. പുരുഷ വിരോധിയായിട്ട് ഇപ്പോഴും ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് വന്ന സമയത്ത് നമ്മളിത് കേസ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് കുട്ട ശരീരത്തിൽ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ചോദിച്ചൊക്കെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ ചോദിച്ചിങ്ങനെ ഒരു വല്ല അഫയേഴ്സ് വല്ലതും ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അവരൊന്നും കൂടി ഒന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞ് ഈ കുട്ടിക്കുണ്ടായില്ല, വേറൊരു പയ്യൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ കുട്ടിയുടെ പുറകെ നടന്നിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ പയ്യനോട് ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ മുഖത്തടിച്ച പോലെ ആളുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യണ പോലെ ഈ കുട്ടി പറഞ്ഞ് ചീത്ത പറയേണ്ട വന്നു. കാരണം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പയ്യൻ കുറച്ച് ലോലഹൃദയനായിരുന്നു. അയാൾക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല. അയാൾ ഭയങ്കര ഡിപ്രഷനിലേക്കും കാര്യത്തേക്കും പോയി. അങ്ങനെ ആ പയ്യൻ്റെ അമ്മ മോനിങ്ങനെ ഡിപ്രഷൻ ഉണ്ടായ കാര്യത്തെപ്പറ്റി തിരക്കിയപ്പോഴാണ് ഒരു പെൺകുട്ടി കാരണമാണ്, പെൺകുട്ടി അപമാനിച്ചുകൊണ്ടാണെന്നുള്ളൊരു അറിവ് കിട്ടിയത്. അപ്പോൾ സ്വന്തം മോനിങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരമ്മമാർ സഹിക്കില്ല. അവരെന്താ ചെയ്തത്? എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നോക്കി അങ്ങനെയുള്ള വിഷയങ്ങളിലോട്ട് പോയിട്ട് സാധാരണ ഇതൊരു സ്ത്രീയുടെ അവിടെ നിന്ന് കിട്ടിയേക്കണ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള മട്ടിൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവണം, എനിക്കറിയില്ല, നമ്മുടെ ഒരു അനുമാനമാണ്. പക്ഷേ ബ്ലാക്ക് മാജിക് അവർ ചെയ്തു. അത് നമ്മൾ എടുത്ത് മാറ്റി കൊടുത്തിട്ടാ. ബ്ലാക്ക് മാജിക് അന്ന് എത്രയാണ് കൊല്ലം മുന്നേ, ആ 22 വയസ്സില്ലേ, അപ്പോൾ എത്ര 17 കൊല്ലം അല്ലേ, 40 വയസ്സ്, 17 കൊല്ലം മുന്നേ ചെയ്ത ബ്ലാക്ക് മാജിക്കായിരുന്നു. അത് ഇപ്പോഴും ആ കുട്ട ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ്. നമ്മളത് എടുത്ത് മാറ്റുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്നോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ്, അവൾക്ക് ഇത്രയും പ്രായമായി, ഒറ്റക്കാണ് ജീവിക്കുന്നത്, കല്യാണം എങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് നോക്കാം, നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണിച്ചു തന്നു, കുട്ടി കല്യാണം കഴിക്കാനുള്ള യോഗം ഇനിയും കിടപ്പുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പാരൻറ്റിനോട് പറഞ്ഞു, ഇങ്ങനെ പേടിക്കണ്ട, മോള് കല്യാണം കഴിച്ചോളും, 1 മാസം കഴിയുമ്പോഴേക്കും കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം വന്നു. ആ ബ്ലാക്ക് മാജിക് എടുത്ത് മാറ്റിയപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ പരിപാടി എത്രത്തോളം അപകടകാരിയാണ്. അപ്പോൾ അത്ര നാൾ ആ കുട്ടിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലവും ഈ പറഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതല്ല, അത്രയും കൊല്ലം 10-17 കൊല്ലം അത് സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ്. ലൈഫ് പോയില്ലേ, എത്ര വർഷം അതിൻ്റെ വേസ്റ്റായി. ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ, മലയാളികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കുടുംബമായിട്ട് ജീവിക്കുക, നല്ല സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് അവിടെ നഷ്ടപ്പെട്ടു. അതിന് കാരണക്കാരനാര്? അതാണ് ഏറ്റവും വലിയ വിഷയം അവിടെ ഉണ്ടായത്. അത് ഈ കുട്ടിക്ക് ഒരു പ്രേമം ഉണ്ടായിട്ട് അങ്ങനെ ഇതായി പോയതുമല്ല. ഈ കുട്ടിക്ക് അയാളോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായ ആ ഒരു ഡീലിങ്ങിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത്രയും കൊല്ലം ആ കുട്ടി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത് യുവതലമുറക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് പറ്റി നിങ്ങൾക്ക് അത്രയും അറിവില്ല. അത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, സമൂഹത്തിലുണ്ട് എന്നുള്ളത് ആ ഒരു റിയാലിറ്റി. എന്നോടൊരാൾ ചോദിച്ചു, ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പഴയ കാലഘട്ടങ്ങളിലുള്ളൂ, ഇപ്പോഴത്തെ കാലങ്ങളിൽ എവിടെയും മാന്ത്രികൻ നിൽക്കണേന്നൊക്കെ ഒരാളിനോട് ചോദിക്കണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാന്ത്രികന്മാരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. 1-2 പേരെ കണ്ടിട്ടുണ്ട്. മാന്ത്രികം ചെയ്യുന്ന ആളെ കാണാൻ വേണ്ടി ഞാൻ പണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും കുറേ കൊല്ലം മുന്നേ. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് കണ്ട് പരിചയമില്ല. പക്ഷേ ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഇത്രയധികം ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്രയധികം ക്ലയൻറ്റുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ക്ലയൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റി കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട്, ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്, പിന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം, കഴുത്തുവേനയൊക്കെ
വിട്ടങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവർക്ക് അതില്ല, പ്രശ്നമേ ഇല്ല. അത്ര നാൾ കഴിച്ചിരുന്ന മരുന്നെല്ലാം അവർ ശരീരം കേടാക്കിയിട്ടുണ്ടാവും. പിന്നെ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല അവർക്ക്. അപ്പോൾ ഇതുപോലെ ഈ പ്രേമനൈരാശ്യം എന്നുള്ള വാക്കാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്. അപ്പോൾ ഇതേപോലെ ഈ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ആ ഒരവസ്ഥ എത്തുമ്പോൾ ആളുകൾ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളത് കെയർഫുള്ളായിട്ടിരിക്കുക. അതിന് അടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ നിങ്ങൾ മടിക്കണ്ട. നല്ല ജ്യോത്സ്യന്മാരുടെ അടുത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ജ്യോത്സ്യം പറഞ്ഞു തരും ബ്ലാക്ക് മാജിക് ഉണ്ടാകുന്നുള്ളത്. കഴിവുള്ള ജ്യോത്സ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോവുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ആരുടെ അടുത്തെങ്കിലും പോയിട്ട് അത് എടുത്തു മാറ്റാൻ കഴിവുള്ള ഏതെങ്കിലും നല്ല പൂജാരികളോ നല്ല കഴിവുള്ള ആൾക്കാരടുത്ത് പോയാൽ അവരത് മാറ്റിത്തരും. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുണ്ട്. അത്ര ആൾക്കാരൊക്കെ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയൊരു സത്യാവസ്ഥയാണ്. ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാനിത് യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. യുവതലമുറ ശ്രദ്ധിക്കുക, കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലുള്ള കുഴപ്പങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കുക. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് പറയുക, അറിവുള്ളവരോട് പറയുക, ഇന്ന വിഷയങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ആൾക്കാരുടെ അടുത്ത്. ഇത് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഡോക്ടർ നിങ്ങൾക്ക് ഡിപ്രഷനുള്ള മരുന്നും കാര്യങ്ങളും തരും. പക്ഷേ ശരിയായ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ക്ലിയറിങ് ചെയ്ത് ആ എനർജിനെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ശരിയായ ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനീ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കേസിൽ തന്നെ അത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. ആ ഒരു മഹാകാളി ഹീലിങ്ങിലൂടെ ആ എനർജിനെ റിലീസ് ചെയ്ത് കളഞ്ഞ് അവരെ ലൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലുള്ള അൺവാണ്ടഡ് എനർജികളെ എല്ലാത്തിനെയും നമ്മൾ യൂണിവേഴ്സൽ എനർജിയിലോട്ട് ലയിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ചെറുപ്പക്കാർ ചെന്നുപെടാതെ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട്, സമാധാനത്തോടിട്ട്, സ്നേഹത്തോടിട്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.